നമസ്കാരം, എൻ്റെ പേര് എം അജയ്ലാൽ. പട്ടം SVT ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റായി ജോലി നോക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നടുവേദനയെക്കുറിച്ചാണ്. നടുവേദനയും അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുമാണ്. നമുക്ക് എല്ലാ നടുവേദനയും സാധാരണ ഒരു നോർമൽ ബാക്ക് പെയിനായി നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല. അത് ചിലപ്പോൾ ഡിസ്കിൻ്റെ പ്രൊലാപ്സ് കൊണ്ട് വരുന്ന നടുവേദനയാവാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഓസ്റ്റിയോപൊറോട്ടിക് സ്പൈൻ ആയ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അത് കാരണമുള്ള വേദന ഉണ്ടാവാം, ഇല്ലെങ്കിൽ സ്കോളിയോസിസ് നടുവിൻ്റെ വളവ് കൊണ്ട്, ഇല്ലെങ്കിൽ കൈഫോസിസ്, അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് നടുവേദന ഉണ്ടാവാം. എന്നാൽ ഇതെല്ലാം മാത്രമല്ല നടുവേദനയുടെ കാരണങ്ങൾ. നമുക്ക് നടുവേദന ചിലപ്പോൾ ഷോൾഡറിൻ്റെ ഒരു പെയിൻ, ഇല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഒരു ബലക്കുറവ് വന്നു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തുള്ള ബാക്ക് പെയിൻ നമുക്ക് ഉണ്ടാവാം. അതോടൊപ്പം തന്നെ ബാക്കിലെ മസിൽസ്, നമ്മുടെ നടുവിനെ താങ്ങി നിർത്തുന്ന മസിൽസിന് ബലക്കുറവ് കൊണ്ടും നടുവേദന ഉണ്ടാവാം. അപ്പോൾ ഇത്തരം നടുവേദനകൾ നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിഷനെയോ കണ്ട് നമ്മൾ ഏതാണെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് എല്ലാ നടുവേദന ഉള്ളവർക്കും ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്ക് സപ്പോർട്ടഡ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ചെയറിൻ്റെ ബാക്ക് സപ്പോർട്ട് അത് വളരെ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പലരും സോഫയിൽ കിടന്ന് TV കാണുക അങ്ങനെയുള്ള ശീലങ്ങളുള്ളവരാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമുക്ക് നടുവേദന കൂട്ടുന്നതിനുള്ള ഒരു കാരണമാണ്. ബാക്ക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഏകദേശം ആ ഒരു ലെവലിലെങ്കിലും നമ്മുടെ ചെയറിൻ്റെ ബാക്ക് റെസ്റ്റ് നമുക്ക് സപ്പോർട്ട് തരേണ്ടതാണ്. അതോടൊപ്പം ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ടേബിളിൽ ഇരുന്ന് കമ്പ്യൂട്ടറോ മറ്റു കാര്യങ്ങളോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐ കോണ്ടാക്ട് എപ്പോഴും സ്ക്രീനും നമ്മുടെ ഐ കോണ്ടാക്റ്റും ഒരേ ലെവലിൽ വരത്തക്ക രീതിയിലുള്ള ഇതായിരിക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ പലരും മടിയിൽ വെച്ച് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ഒരു ശീലമുള്ളവരാണ്. അത് നമ്മുടെ കഴുത്തിനും ദോഷകരമാണ്, നടുവിനും അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. ലാപ്ടോപ്പ് യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേബിളിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടേബിളിൻ്റെ താഴത്തെ ക്രോസ് ബാർ കാണും. ആ ക്രോസ് ബാറിൽ കാല് രണ്ടും നിലത്ത് ഒരുപോലെ വെക്കാതെ നമുക്ക് ഒരു കാല് ക്രോസ് ബാറിലും ഒരു കാല് നിലത്തും വെച്ചിരുന്ന് ജോലി ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ബാക്ക് പെയിൻ്റെ മറ്റൊരു കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഫുട്വെയർ ആണ്. നമ്മൾ ഇപ്പോൾ നടക്കുക അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഫുട്വെയർ പ്രോപ്പറായിട്ട് നമ്മൾ ഒരു കാലിൽ ചിലപ്പോൾ തേഞ്ഞ ചെരുപ്പുകളായിരിക്കും ഉപയോഗിക്കുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ സൈസ് പ്രോപ്പർ ആയിരിക്കില്ല. അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കിച്ചണിൽ കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്ന ലേഡീസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ കൂടുതൽ നേരം നിൽക്കുകയാണെങ്കിൽ ഒരു കാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇഷ്ടികയുടെ ഹൈറ്റിൽ നമുക്ക് ഒരു ചെറിയ ഫുഡ് സ്റ്റൂളോ എന്തെങ്കിലും കീപ്പ് ചെയ്തിട്ട് ഒരു കാല് അതിലും ഒരു കാല് നിലത്തും വെച്ച് നിന്ന് ജോലി ചെയ്യാവുന്നതാണ്. ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലത്തെ ഇത് ചെയ്യണം. അതോടൊപ്പം നിലത്ത് നിന്ന് നമ്മൾ പലരും കുഞ്ഞുങ്ങളെ, ഇപ്പോൾ അമ്മമാര് കുഞ്ഞുങ്ങളെ നിലത്ത് ഇരിക്കുന്ന കുഞ്ഞിനെ പെട്ടെന്ന് എടുക്കാനായിട്ട് കരയുന്ന സമയത്ത് ഓടി വന്നിട്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ ആയിരിക്കും നമ്മൾ കുനിയുന്നത്. അപ്പം ഈ ഹിപ്പിൽ നിന്ന് നമ്മൾ ഒരേപോലെ പെട്ടെന്ന് കുനിയുന്നത് നമുക്ക് നടുവേദന ഉണ്ടാക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പം അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മുട്ട് മടക്കി നിലത്ത് പതുക്കെ ഇരുന്നതിന് ശേഷം ആ ഭാരം എടുത്ത് ഉയർത്താൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മളൊരു വെയിറ്റ് പൊക്കിയെടുക്കുകയാണ്, നമ്മൾ മേളിലോട്ട് എന്തെങ്കിലും ഷെൽഫിൽ വെക്കാനാണ്, നമ്മൾ നെഞ്ചിൻ്റെ മേളിലോട്ട് പൊക്കുന്ന സമയത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ അത്തരം ഭാരങ്ങൾ എടുത്തുയർത്തുമ്പോൾ അത് ഷോൾഡറിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ആ വേദന നമുക്ക് നടുവിലേക്കും ബാധിക്കാം. അതുകൊണ്ട് നെഞ്ചിന് മേളിലോട്ട് ഉയർത്തുന്നത് വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ മാട്രസ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പലരും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തയായിരിക്കും ചൂസ് ചെയ്യുന്നത്. അതിന് ചിലപ്പോൾ വില കുറവായിരിക്കാം, പക്ഷെ അതിന് നമ്മുടെ നടുവിന് വേണ്ട ഒരു സപ്പോർട്ട് തരുന്ന മാട്രസ് ആയിരിക്കില്ല ഈ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ വില കുറഞ്ഞ മെത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പൈൻ എപ്പോഴും പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബെഡ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ തീരെ ഇരുന്ന് കഴിഞ്ഞാൽ താന്നു പോകുന്ന ടൈപ്പോ ഇല്ലെങ്കിൽ നമുക്ക് വളരെ കട്ടി കൂടിയതോ ആയ മെത്ത എടുക്കാതെ നമുക്കൊരു മീഡിയം, ഒരു നമ്മൾ കിടന്നു കഴിഞ്ഞാൽ വളരെ താരാത്തതും നമുക്ക് ആ സ്പൈനിന് ഫുള്ളി സപ്പോർട്ടഡ് ആണ് എന്ന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു മെത്ത നമുക്ക് എടുക്കാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഡെയിലി കുറച്ച് നടക്കുന്ന വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബാക്ക് പെയിൻ കുറച്ച് കുറയ്ക്കാൻ നമുക്ക് ഒത്തിരി എക്സസൈസസ് നമ്മൾ ചെയ്യാതെ നമുക്ക് ലെവൽ സർഫസ് യൂസ് ചെയ്യുക, തേര് കയറുന്നത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ തീരെ കയറുന്നതിനെ കാട്ടി നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് നടുവിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നടുവേദന കുറച്ച് നമുക്ക് ബാക്കിൻ്റെ കെയർ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സുഗമമായി നമ്മുടെ ജീവിതശൈലി കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ്. നന്ദി, നമസ്കാരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.